ഹായ് ഹലോ. അപ്പൊ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വേറൊന്നല്ല, ഇന്നൊരു ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ്, കാരണം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് 2 മാസം മുമ്പേ തോന്നുന്നു, 2 മാസം മുമ്പേ ആണ്. അപ്പൊ അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത്. അപ്പം അതിനുള്ള തെറ്റുകുറ്റങ്ങളും പരിമിതികളും കുറെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ നിങ്ങള് പരമാവധി കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഒരു സൺഡേന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മിക്കതും അമ്പലത്തിലൊക്കെ പോകും. പക്ഷെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് പോണില്ല. അപ്പോൾ കൂടുതലും ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും വീട്ടിലിരിക്കാൻ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടില് കാരണം മൺഡേ ടു സാറ്റർഡേ വർക്കിന് പോവാ, പിന്നെ ഒരു ദിവസം വീട്ടിലിരിക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുറെ നേരം കിടന്ന് ഉറങ്ങാം. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഞാൻ ഉറങ്ങി എണീറ്റത് തന്നെ 10:30-ക്കാ. ഇന്ന് ഞാൻ എണീക്കുമ്പോൾ ഒരു 8:30 ഒക്കെ ആയി. കാരണം എണീക്കാനായിട്ട് മുമ്പുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എണീറ്റിട്ട് ആ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ സ്പീക്കറിന്റെ ചാർജും തീർന്നു, അതുപോലെ തന്നെ ഫോണിന്റെ ചാർജും തീർന്നു. അപ്പൊ അത് കാരണം എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ നേരെ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ നേരെ എനിക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക, പിന്നെ വീട് വൃത്തിയാക്കണമെന്നുണ്ട്, അടുക്കള വൃത്തിയാക്കണമെന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പൊടികളൊക്കെ തുടയ്ക്കണമെന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണ കുറെ കാര്യങ്ങള്. പിന്നെ അങ്ങനെ എന്താ ഒരു സൺഡേ എന്തൊക്കെ ഉണ്ടാവണേ, അതുപോലെ തന്നെ ഇനി ആരാ വരാന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ കൂടുതലും എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ചെയ്യണ കുറെ തെറ്റുകളും കുറെ പരിമിതികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക മീൻസ് കുറവുകളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ വേറെ ഒന്നുമില്ല, പരിപാടിയിലേക്ക് കടക്കാം. കാണിച്ചു തരാൻ്റെ ഓരോ കാര്യങ്ങളും. പല്ലേപ്പൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പല്ലേപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു. ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ ഞാൻ നേരെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ എന്താണ് ഈ കർട്ടൻ ഇട്ടേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല്, പുറത്ത് നല്ല സൂര്യപ്രകാശം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ വീടാ വല്യമ്മേന്റെ വീട്. അപ്പൊ അപ്പുറത്തെ വീടിന്ന് ഉമ്മറത്തെ ലൈറ്റ് രാത്രി ഇടുമ്പോ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ഇവിടേക്ക് നല്ലോണം അടിക്കും. അപ്പൊ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പക്ഷെ അതൊന്നും എന്താ പറയാ, ഈ എന്റെ പുതപ്പാണ് ഇട്ടിരിക്കണേ. ഞാൻ എന്നിട്ട് ഈ പുതപ്പാണ് ഇട്ടേക്കണെ. അപ്പൊ ആ ഇത് ലൈറ്റ് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒന്നാമത് എനിക്ക് ലൈറ്റ് ഇഷ്ടമല്ല. രാത്രി കിടക്കുമ്പോഴായാലും എനിക്ക് എണീക്കുമ്പോഴായാലും ലൈറ്റ് ഒന്നും ഇഷ്ടമല്ല. അവിടെ നേരെ ഇത് ഫ്രണ്ട് ഭാഗം. അപ്പൊ ഫ്രണ്ടിന്ന് ഈ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അവിടുത്തെ ഫ്രണ്ടിലത്തെ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അവ വെട്ടിക്കളഞ്ഞുകൊണ്ട് അവിടുത്തെ എന്താ പറയാ, നല്ല സൂര്യപ്രകാശം രാവിലെ എണീക്കുമ്പോ തന്നെ എന്റെ കണ്ണിക്കടിക്കും. എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടത്. അതാകുമ്പോ കട്ടിയുള്ള കർട്ടനല്ല, കട്ടിയുള്ള പുതപ്പായോണ്ട് അവിടെ മറച്ചേക്കണത് ആയോണ്ട് എനിക്ക് കിടന്നുറങ്ങാനായിട്ട് പറ്റും. അതാ ഞാൻ ഇത്രയും മുമ്പൊക്കെ ഞാൻ പെട്ടെന്ന് എണീക്കായിരുന്നു, എനിക്ക് ഉറക്കം വരെ ശരിയാവാണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ ഞാനൊരു 8:30-10 മണി വരെ ഞാൻ കിടക്കാറ്. ഞായറാഴ്ച മാത്രമായിട്ട് അങ്ങനെ കിടക്കാം. വർക്കുള്ള ദിവസമൊന്നും എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ 8:30-ക്കൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്റെ ബാക്കി പരിപാടികളൊക്കെ കാണാം. ഞാൻ കൂടുതൽ ബോറടിപ്പിക്കണില്ല, ബാക്കി പരിപാടികളൊക്കെ കാണാം. ബാ. അപ്പൊ ഇത് വീടിന്റെ ഒരു ഫ്രണ്ട് ഭാഗമായിട്ട് വരും. നല്ല വെയിലുണ്ട് കേട്ടോ ഗൈസ്, വെയിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മരം വെട്ടി അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. കണ്ടോ, ഫ്രണ്ടിലത്തെ മരങ്ങളൊക്കെ വെട്ടിന്ന് പറഞ്ഞില്ലേ, അത് കേട്ടാ. അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ നിറയെ മരങ്ങളായിരുന്നു. ഈ എറണമരം, അതുപോലെ തന്നെ മഹാഗണി, കുറെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ വെട്ടിയോണ്ടാണ് വീടിന്റെ അകത്തേക്ക് ഇങ്ങനെ പ്രകാശം വരുന്നത്. കാണുന്ന വീടാണ് കേട്ടോ അൻഷിതയുടെ വീട്.
പിന്നെ ഈ കാണുന്ന ചെടി എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചതാ. ഇത് പണ്ട് വെച്ചതാ, പക്ഷെ അത് വളർന്നപ്പോ ഞാനൊരു ചെടിച്ചട്ടിലേക്ക് മാറ്റി ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ അതാ കാണതാണ് കേട്ടാ വല്യമ്മേന്റെ വീട്. ഇവിടെ ഞങ്ങളുടെ വീട് തറവാട്, അപ്പുറത്ത് വല്യമ്മേന്റെ വീട്, അങ്ങനെയായിട്ടാണ് കേട്ടാ ഇരിക്കുന്നത്. അങ്ങനെ നേരെ ഉമ്മറത്തൊക്കെ വന്നു. ഉമ്മറത്തെ അച്ഛന്റെ കോട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചവിട്ടിയൊക്കെ കണ്ടില്ല, ആകെ അലങ്കോലായിട്ട് കെടുക്കായിരുന്നു. പത്രം വന്നത് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ശരിയാക്കണം, മൊത്തത്തിലൊന്ന് ശരിയാക്കണം, അടിച്ചു വാരി ആകെ ക്ലീൻ ആക്കണം. ഞാൻ ഇന്നലെ വന്നപ്പോ ഇട്ട കൊടയാണ് അവിടെ കെടുക്കണേ. അപ്പൊ അതൊക്കെ ആകെ ശരിയാക്കണം ട്ടാ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ആകെ വൃത്തിയാക്കണം, തുടയ്ക്കണം. പിന്നെ ജനലൊക്കെ തുടയ്ക്കണം എന്നുണ്ട്, അപ്പം അതൊക്കെ തുടയ്ക്കണം. പിന്നെ അത് ആദ്യം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കാര്യങ്ങളൊക്കെ ചെയ്യുക. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിന് മുമ്പ് എനിക്ക് കടയിലേക്കൊന്ന് പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷാമ്പൂ കഴിഞ്ഞു. അപ്പോൾ 2 ശീർഷ പാക്കറ്റ് വാങ്ങിക്കണം. അപ്പം എണ്ണ തേച്ചിട്ട് തലയിൽ കുറേ ദിവസമായി. അപ്പോൾ ശീർഷ പാക്കറ്റ് വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബൈ. കുളി കഴിഞ്ഞിട്ട് തിരക്കാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഞാൻ കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടാ. അപ്പോൾ എനിക്ക് ശീർഷ പാക്കറ്റ് വാങ്ങണമല്ലോ, ഷാമ്പു കഴിഞ്ഞു. അപ്പം അത് വാങ്ങിക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആവണം കേട്ടാ. വേറെ ഒന്നുമില്ല, കുറച്ച് സൺസ്ക്രീമൊക്കെയാണ് കേട്ടോ ഞാൻ ഇടുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഷാമ്പു വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ, അതിന് വേണ്ടി റെഡി ആവാം. അപ്പം ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10 മണി ഒക്കെ ആയി കാണും. അപ്പം നേരെ വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് വണ്ടിയുടെ താക്കോൽ എടുത്തില്ല. അപ്പം നേരെ ചെന്ന് ഞാൻ വീട്ടിലേക്ക് വീണ്ടും ഓടിയിട്ടാ. വേറെ അങ്ങോട്ടില്ല, വണ്ടിയുടെ താക്കോൽ എടുക്കാനാ. അപ്പം അത് മറന്നു. അപ്പം ഞാൻ വേഗം ഡോറ് തുറന്നിട്ട് മേശമെന്ന് താക്കോൽ എടുത്തിട്ട് വേഗം ഇറങ്ങിയിട്ടാ. വണ്ടിയുടെ അടുത്തേക്ക് ഞാൻ വേഗം ഇറങ്ങിയിട്ടാ. അങ്ങനെ ഞാൻ ശീർഷ പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടാ. ദീദി ഷാമ്പു ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദീദി ഷാമ്പു. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. വീട്ടിലേക്ക് കയറാനായിട്ട് മുമ്പ് ഞാൻ ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കേട്ടോ, നേരം പോകാൻ വേണ്ടിയിട്ട്. വണ്ടിയൊക്കെ ഞാൻ അങ്ങനെ ഓടിച്ചു. അപ്പം ഞാൻ നേരെ കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കുക, അതുപോലെ തന്നെ അടിച്ചു വാരുക, തുടയ്ക്കുക, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെയാണ്. അപ്പം ഒന്ന് ചായ കുടിക്കാനായിട്ട് പോകാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ചായക്ക് ഉള്ളത് നോക്കാം. ബാ. അപ്പം നമ്മുടെ കഴിക്കാനായിട്ട് രാവിലെ അടയാണ് ഇങ്ങോട്ട്, പക്ഷെ അട പൊട്ടി. അപ്പം ഞാനൊരു കിണ്ണെടുക്കട്ടെ. കഴിക്കാൻ ആദ്യം ചായ. ശബ്ദം ഉണ്ടാവും നിന്റെ. അങ്ങനെ എൻ്റെ ചായ കുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടാ. വേറെ ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടും ഇതൊക്കെ വൃത്തിയാക്കണമെന്നും. അപ്പം എൻ്റെ ഈ ജനാലമ്മയൊക്കെ എടുക്കണ ഈ ഒരു പുതപ്പും കാര്യങ്ങളൊക്കെ ഞാനെടുത്ത് അലക്കാനായിട്ട് കൊണ്ടുപോയിട്ടാ. ഇതും പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അങ്ങനെ എല്ലാതും ഞാൻ അലക്കാനായിട്ട് കൊണ്ടുപോയിട്ടാ. ഇത് കുറച്ച് ദിവസമായി ഇട്ടിട്ട്, അപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ എടുത്ത് മാറ്റിയിട്ടാ. ഇത് മാത്രമല്ല,
ഞാൻ ജനാലകളൊക്കെ എല്ലാതും തുറന്നിട്ട് എല്ലാതും വീടിന്റെ ഉള്ളിലുള്ള എല്ലാ ജനലും ഞാൻ തുറന്നിട്ട് അതും എല്ലാ പൊടികളും ഇതും ഒക്കെ ഞാൻ ക്ലീൻ ആക്കാണ്ട ചെയ്തത്. നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് ഉച്ചയ്ക്കായി. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് പോവാം. അവിടെ കുറുക്കുറു വന്നിട്ടുണ്ട്. കുറുക്കുറിനെ കാണിച്ചാൽ കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കുറുക്കുറ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ പെറ്റാണ് കേട്ടോ. ഇവിടെ കൊറേ 4-5 വർഷമായി അവൻ ഇവിടെ നിൽക്കുന്നേ. ഇവനിപ്പോ ഇവിടെ ഗർഭിണിയാണ് കേട്ടോ. കൊറേ വട്ടം ഇവനെ ഗർഭിണിയായിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഗർഭിണിയാട്ടാ. അപ്പൊ ഇവന് അമ്മ അവിടെ മീൻകറിയും ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ടാണ് അവൻ ഇരിക്കുന്നത്. അപ്പൊ കഴിക്കാനായിട്ട് ചാളയാണ് കേട്ടോ. അപ്പം മീൻകറിയും അതുപോലെ തന്നെ ചാള വറുത്തതാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പൊ ഒന്ന് ഏകദേശം ഒരു 2 മണിക്കായി കഴിക്കുമ്പോ. രണ്ട് മണി കഴിക്കുമ്പോൾ 2 മണി. കാരണം ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് അത്രയും വിശപ്പില്ല.
ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി കെടുക്കും. ഞാൻ കുറച്ചറിഞ്ഞ് കെടുക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ കർട്ടനം പുറത്ത് കഴുകെടുത്തോണ്ട് ഇവിടെ നല്ല പ്രകാശമാണ്. അപ്പം എനിക്ക് അതിൻ്റെ മുകളിൽ ഈ ഒരു സാധനം ഇടണം, കർട്ടൻ പോലെ ഇടണം. എന്നാണെങ്കിൽ കെടുക്കാൻ സുഖം ഉണ്ടാവില്ല. ലൈറ്റ് കണ്ണി കഴിച്ചിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല ലൈറ്റ് കണ്ണി കഴിക്കണത്. അപ്പം അത് ഇട്ടതിന് ശേഷം ഞാൻ പോയി കിടന്നുറങ്ങും കേട്ടോ. അപ്പൊ ദേ ഈ രണ്ട് സ്ഥലത്തും ഇരുട്ട് പോലെ ആയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ പ്രകാശമുള്ളത് ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെ രണ്ട് സ്ഥലത്തും ഇരുട്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഇവിടുത്തെ കർട്ടനല്ല, മേളത്തെ റൂമിലത്തെ അവിടെ ജനല് മറയ്ക്കാനായിട്ടുള്ള കർട്ടനാ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കർട്ടൻ അടിക്കാനുള്ള മറ്റേ പോയിന്റ് ഇല്ലേ, മറ്റേ ഒരു ഒരു സംഭവം ഇല്ല, സാധനം ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവം വെച്ചേക്കണം. അപ്പൊ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ പോയി കിടന്നുറങ്ങട്ടെ, കുറച്ചു നേരം കിടന്നുറങ്ങട്ടെ. കാരണം 8:30 എണീറ്റാലും കുറച്ച് പണിയൊക്കെ കൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഞാൻ നേരെ പോയിട്ട് കിടക്കാം. ഒരു 4 മണി അല്ലെങ്കിൽ 5 മണി, ചിലപ്പോൾ 5:30 ആവുമ്പോൾ എണീക്കണം. അപ്പോൾ ബാക്കി ഇനി ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ഞാൻ ഉറക്കൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റു. അപ്പൊ എണീറ്റപ്പോ ചായക്ക് കുടിക്കാനായിട്ട് അരിമണി പൊടിച്ചതും അതുപോലെ തന്നെ പഞ്ചസാരയും ഉള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതും അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അതും ഞാൻ കട്ടൻ ചായയും ചായ കുടിച്ചു കേട്ടോ. അപ്പൊ രാത്രി കഴിക്കാനായിട്ട് ചോറും പരിപ്പ് കറിയും അതുപോലെ തന്നെ മുട്ട വറുത്തതും പിന്നെ തക്കാളി സവോള ഒക്കെ തക്കാളി ചമ്മന്തി പോലെ അങ്ങനെയാണ് ഉണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ ഞാൻ കൂട്ടി കുഴച്ച് നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ചു കേട്ടോ. അപ്പോ എൻ്റെ ഈ ഒരു ഞായറാഴ്ച ദിവസം ഇങ്ങനെയാണ്. ഫുഡൊക്കെ കഴിച്ചു. ഇനിയൊരു ഇപ്പൊ സമയം ഒരു 9:30 കാണും. ഒരു 10 മണി 10:30 ആ ടൈമിൽ ഞാൻ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ടാവും. അതുവരെ ഞാൻ ഫോണിൽ അങ്ങനെ നോക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ നോക്കും. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറുള്ളത്. ഇന്നിപ്പോ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നത്. വേറെ ദിവസം പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആ പരിപാടിയായിട്ട് ഇങ്ങോട്ട് പോയി പിന്നെ വീട്ടിൽ വന്ന് ടയേർഡ് അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഞായറാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാല്. കൂടുതൽ എനിക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ടാറ്റാ, ഗുഡ് നൈറ്റ്.